പാലക്കാട് ഇപ്പൊ നല്ല ചൂടായതുകൊണ്ട് ഞങ്ങൾ തണുപ്പുള്ള സ്ഥലത്തേക്ക് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തു. എവിടേക്കല്ല, കൊടൈക്കനാലാണ്. അപ്പോൾ ആ ട്രിപ്പിന്റെ ചെറിയ കുട്ടി വ്ളോഗാണത്. അപ്പൊ നമ്മൾ ഡാൻസ് ഒക്കെ കളിച്ച് അടിച്ചു പൊളിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പണിതെത്തി. ഇവിടെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് പാസ്സാക്കിയത്. ഇവിടെ ഒരു കണ്ണട ഇട്ട് ഫുഡ് കഴിക്കണോ, കണ്ണാടി ഒരു ഫുഡ് കഴിക്കണോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ സാധനം എത്തി. ഒരു റോസ്റ്റ് ഓർഡർ ചെയ്ത്. ഓക്കെ, നന്നായിരുന്നു. അത് കഴിച്ചൊരു ചായ കുടിച്ച് നേരെ നമ്മൾ കൊടൈക്കനാലിലോട്ട്. അങ്ങനെ നമ്മൾ കൊടൈക്കനാലിലെത്തി. ഇതാണ് നമ്മുടെ റൂം. കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ ഒരു ആംബിയൻസും ഇവിടെ നിന്ന് നോക്കിയാൽ ഇതാണ് ഇതിൻ്റെ ഒരു വ്യൂ. അപ്പോൾ റൂമിലെത്തി എല്ലാവരും ഒന്ന് ഫ്രഷ് ആയിട്ട് വന്നു. ഇനി അടുത്ത സ്പോട്ടിലേക്ക് പോകാനുള്ള പ്ലാനിങ്ങിലാണ്. അങ്ങനെ നമ്മൾ ഒടുവിൽ ഒരു പ്ലാനിലെത്തി. അങ്ങനെ പ്ലാനൊക്കെ ഓണായി. അതിന് മുമ്പ് നമുക്ക് നമ്മുടെ വയറിനറിയാണല്ലോ. അപ്പോൾ ലെൻറ്റ് അയക്കാൻ തീരുമാനിച്ചു. അപ്പോൾ നമ്മൾ നമ്മുടെ ലെൻറ്റൊക്കെ പാസ്സാക്കി നേരെ വിട്ടു ലേക്കിലോട്ട്. അവിടെ എത്തി അവിടുത്തെ ആക്ടിവിറ്റി ചെയ്യാനുള്ള തയ്യാറെടുപ്പാണ് എല്ലാവരും. അപ്പോൾ ഓരോരുത്തരായി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങളും കയറിപ്പോയി. നല്ലൊരു ഗുഡ് എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ നമ്മളവിടെ പരിപാടിയൊക്കെ എൻജോയ് ചെയ്ത് നേരെ വെളിയിൽ വന്നു. ഒരു ചായ കുടിക്കാൻ തീരുമാനിച്ചു. നല്ല ചൂട് ചായ. എത്ര ചൂടെന്ന് അവൻ്റെ എക്സ്പ്രഷൻ കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ തിരിച്ചു പോകുമ്പോൾ ഈ ബോർഡ് പോലെ തന്നെ ചെറുതായിട്ടൊന്ന് മൂഞ്ചിപ്പോയി. ഇന്നിവിടെ സ്ട്രൈക്കാണ്. സോ വണ്ടി കിടക്കൂല. അപ്പോൾ നമ്മൾ നടന്ന് നമ്മുടെ റൂമിലോട്ട് പോകാൻ തീരുമാനിച്ചു. പോണ വഴിക്കിട്ടാ ഒരു നായ്ക്കുട്ടി നമ്മുടെ അടുത്തോട്ട് വന്നു. കടിക്കാത്തത് എൻ്റെ ഭാഗ്യം. ഇതാണ് വൈകുന്നേരത്തോടത്ത് വൈബ്. അപ്പോൾ നമ്മൾ റൂമിൽ പോയി ഒന്ന് ഫ്രഷ് അപ്പ് ആയിട്ട് നേരെ ചായ കുടിക്കാൻ തീരുമാനിച്ചു. ചായ തപ്പി അധികം ദൂരം ഒന്നും പോകേണ്ട വന്നില്ല. നമ്മുടെ റൂമിന് താഴെ തന്നെ ഒരു നല്ലൊരു കടയുണ്ടായിരുന്നു. നല്ല ചായ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ അവിടെ നമ്മൾ ബ്രെഡ് ഓംലേറ്റ് ഓർഡർ ചെയ്തു. നൈസ് ആയിട്ടുണ്ട്. അതും എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മൾ ബ്രെഡ് ഓംലേറ്റ് ഒക്കെ കഴിച്ച് നമ്മുടെ ചായ കുടി പരിപാടിയാണ് പാസ്സാക്കി. അങ്ങനെ പരിപാടിയൊക്കെ അവസാനിപ്പിച്ച് ഇനിയിപ്പോൾ ഡേ 2 കിടക്കാം. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഡിന്നർ കഴിച്ചില്ല. നമ്മൾ ഡിന്നറൊക്കെ കഴിച്ചു. പക്ഷെ ആ ഫൂട്ടേജ് എൻ്റെ കയ്യിൽ പോയി. അപ്പോൾ നമുക്കിനി അടുത്ത ദിവസത്തെ കാര്യങ്ങളൊക്കെ കാണാം. ഇതാണ് നമ്മുടെ മോർണിംഗ് വ്യൂ. അല്ല കിടിലൻ വൈബായിരുന്നു. രാവിലെ എണീറ്റ് നേരെ നമ്മൾ ഗൈസ് അപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ പോകുന്നു. ഗൈസ് ഇവിടെ ചായയുടെ നമുക്ക് പറ്റില്ലല്ലോ. പിന്നെ നല്ല കിടിലൻ വൈബ്. ആ ഒരു മഞ്ഞും ആ ഒരു തണുപ്പും ആ തണുപ്പത്ത് ഇങ്ങനെ സൂര്യൻ ഇങ്ങനെ ഉദിച്ചു ചേർന്നാണ് ഭയങ്കര ഭംഗിയായിട്ടുണ്ട്. നമ്മൾ ഇന്നലെ വൈകിട്ട് ചായ കുടിച്ച അതേ കടയിൽ തന്നെയാണ് ഇന്ന് നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ആ ഒരു തണുപ്പത്ത് ഈ സീനറിയെ കണ്ട് ആ ചായ കുടിക്കുന്ന ഒരു ഫീൽ കിടിലൻ വൈബായിരുന്നു. എന്തൊക്കെ ചേച്ചി കടയില് പ്രത്യേകിച്ച് പിന്നെ എന്താണ് സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ എവിടെയൊക്കെ ഉണ്ടല്ലോ. അപ്പൊ നമ്മുടെ ചായയൊക്കെ നമ്മൾ പാസ്സാക്കി നേരെ റൂമിലോട്ട് വന്ന് കുളിച്ച് ഫ്രഷായി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാം. രാവിലെ നമ്മൾ ചായ കുടിച്ച് വന്ന ആ സെയിം സ്പോട്ടിലോട്ട് തന്നെ പോയത്. ഞാൻ കഴിക്കാനായിട്ട് 3 ഇഡലിയാണ് പറഞ്ഞത്. ഇഡലിയും ആ കടലക്കറിയും നന്നായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് ചായ കുടിച്ച് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് പരിപാടി അങ്ങോട്ട് പാസ്സാക്കി. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് റൂം ചെക്കൗട്ട് ചെയ്ത് നമ്മൾ ഇന്നത്തെ പരിപാടി ഓണാക്കി. നമ്മൾ ബ്ലോക്ക് ചെയ്യപ്പെട്ടിരിക്കാൻ ബ്ലോക്ക് ചെയ്യപ്പെട്ടു. അപ്പൊ ബ്ലോക്ക് കാണാത്തത് ഇന്ന് കാണും കാണിക്കും നമ്മൾ. നന്നായി ബാറ്റ് ചെയ്യുമ്പോൾ റൺഔട്ട് ആവുന്നത് എന്തൊരു കഷ്ടമാണ് പറഞ്ഞ പോലെ ഞങ്ങളുടെ നമ്മളിപ്പോൾ ഒരു കട്ടനൊക്കെ അടിച്ച് ഒരു കൊയ്യാക്കും കഴിഞ്ഞ് നേരെ നമ്മുടെ അപ്പർ ലേക്ക് വ്യൂയിലോട്ട് പോയി. അങ്ങനെ വ്യൂ ഒക്കെ കണ്ട് ഒരു ചായ കുടിച്ച് നമ്മൾ നേരെ ലഞ്ച് കഴിക്കാനുള്ള പോക്കലാണ്. സംഭവം നല്ല ബ്ലോക്ക് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ നടന്നു പോയി ലഞ്ച് കഴിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ നമ്മൾ സ്ഥലത്തെത്തി ലഞ്ച് കഴിച്ചു. സത്യം പറയാലോ ഒട്ടും കൊള്ളൂല. അത് നേരെ നമ്മൾ ഗുണാക്കയിൽ പോകാനുള്ള പ്ലാനായി. പക്ഷേ ട്വിസ്റ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഫോറസ്റ്റ് അവിടെ ബ്ലോക്ക് ചെയ്തു. റീസൺ ഒന്നും അറിയില്ല. കുറെ നമ്മൾ സംസാരിച്ച് നോക്കി, പക്ഷെ അത് നടന്നില്ല. അപ്പൊ നേരെ നമ്മൾ സൂസൈഡ് പോയിന്റിലേക്ക് പോകാൻ തീരുമാനിച്ചു. ഗുണാക്കേവ് പോകാൻ പറ്റാത്തത് നമുക്ക് ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു.
കാണാൻ വന്നാണ് ഗൈസ് ഞങ്ങൾ മൂഞ്ചി ഒരു ഗുണമില്ല ഇപ്പൊ സൂയിസൈഡ് പോയിന്റിങ് എന്തെങ്കിലും അതേലും കാണിച്ചു ഈ ഗ്രില്ലിൽ ചാടായിരുന്നു. അങ്ങനെ അതൊക്കെ കണ്ടതിന് നമ്മൾ തിരിച്ചു പോവാണ്. സമയം നൈറ്റായി. ഡിന്നർ കഴിക്കാൻ കയറി. ഇവിടത്തെ ഈ തണുപ്പിൽ നമ്മൾ ചുമ്മാ ഒരു തന്നെ ഒരു പുക വരും. നിങ്ങൾക്കത് കാണാൻ പറ്റുമെന്ന് അറിയില്ല. അപ്പം അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഡിന്നർ പാസ്സാക്കി. ചിക്കൻ റൈസാണ് പറഞ്ഞത്. കുഴപ്പമില്ല, നന്നായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ ഹാഫ് ബോയിലും പറഞ്ഞ് നമ്മുടെ ഡിന്നർ അങ്ങോട്ട് പൂർത്തിയാക്കി. കൂടെ നമ്മൾ ട്രിപ്പൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ നന്ദി, വണക്കം.